പത്തനംതിട്ട കോന്നിയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് തല കീഴായി മറിഞ്ഞു. കോന്നി മെഡിക്കൽ കോളേജ് റോഡിലാണ് ഈ അപകടമുണ്ടായത്. മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ ഐഷയ്ക്ക് പരിക്കേറ്റു. സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട്. സ്റ്റെഫിൻ, ഇങ്ങനെ മരണേ അമിതവേഗമായിരിക്കാം കാരണം. എന്തായാലും പെട്ടെന്നൊരു കാറ് പിന്നാലെ ഉണ്ടായിരുന്നു. പരിക്കെങ്ങനെയുണ്ട് അവർക്ക്? അതിഗുരുതരമായിട്ടുള്ള പരിക്കൊന്നുമല്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30-ക്കായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് വരുന്നതിനിടെയാണ് ഐഷയ്ക്ക് ഡോക്ടർക്ക് പരിക്കേറ്റത്. അതായത് ആ കാർ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ ദൃശ്യങ്ങളിൽ കാണാം, ആ തിട്ടയിലേക്ക് കയറി സ്കൂട്ടർ തലകീഴായി മറിയുകയായിരുന്നു. ഉടൻ തന്നെ പുറകിലൊരു കാർ വന്നു. ആ കാർ നിർത്തി ആ കാറിലാണ് ഡോക്ടറെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. CT സ്കാനൊക്കെ എടുത്തു. മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. വയറിനും അതോടൊപ്പം തന്നെ തലയ്ക്കുമെല്ലാം നേരിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. 2 ദിവസം ആശുപത്രിയിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏതായാലും വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വിശ്രമത്തിലാണ് യുവ ഡോക്ടർ. ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയമില്ലായിരിക്കില്ലേ ഒന്ന് മയങ്ങിപ്പോയതാനും സാധ്യതയുണ്ടല്ലേ? അതെ, ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് കോന്നിയിലേക്ക് വരുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ആ ദൃശ്യങ്ങളിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്. ആ തിട്ടയിലേക്ക് വന്ന് കയറി നിയന്ത്രണം തെറ്റിയതാണ്. പ്രത്യേകിച്ചും സ്കൂട്ടറാണല്ലോ, മുൻഭാഗത്തെ ഒരു ടയർ ആ തിട്ടയിലേക്ക് കയറി ഇടിച്ച് നിയന്ത്രണം തെറ്റിയതാകാനുള്ള സാധ്യതയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഭാഗ്യം ആ പുറകിൽ വന്ന ഒരു വാഹനം അത് നിർത്തി ഉടൻ തന്നെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് വൈദ്യസഹായം ലഭ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. സ്കാനിങ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഈ വീണതിൻ്റെ ഒരു ചെറിയ പരിക്ക്, അതായത് ഈ സ്കൂട്ടർ തലകീഴായാണ് മറിഞ്ഞത്, അത് വന്ന് ദേഹത്ത് തന്നെയാണ് വീണത്. അങ്ങനെയുള്ള പരിക്കുകളാണ് ആ ഡോക്ടർക്ക് ഏറ്റിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റുമൊന്നുമില്ല.